ഇപ്പോൾ പെൺകുട്ടിയുടെ അമ്മ കൂടി ചേരുന്നുണ്ട്. ഇതിനോട് എങ്ങനെയാണ് ഇപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ കേട്ടല്ലോ, എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? പച്ചക്കള്ളം എന്ന് വെച്ചാൽ അവൻ വീഴും, അവൻ പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞപ്പോൾ അവൻ പറയുന്നത് എന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ മാട്രിമോണിക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരം കാര്യങ്ങൾ നമ്മൾക്ക് വരില്ലേ? അപ്പം ചിലവർക്ക് ഇഷ്ടമായിരിക്കും. ഈ വിവാഹം നടത്തിയതിന്റെ ചെലവൊക്കെ രാഹുൽ വഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പച്ചക്കള്ളം എന്ന് വെച്ചാൽ പച്ചക്കള്ളമാണ്. അത് വേറെ, അത് പോലീസ് ശരിക്കും അന്വേഷിക്കണം. അവനാണോ? ഞാൻ അതിന് മറുപടി പറയണില്ല എന്ന് വെച്ചാൽ നമുക്കത് മറുപടി പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവർ ASP ഒക്കെ ഇടപെട്ട്, മുഖ്യമന്ത്രി ഇടപെട്ട് നടക്കുന്ന ഒരിത് അവർ അന്വേഷിച്ചാൽ കണ്ടെത്താം ഇതാരാണ് ഈ ചെലവ് വഹിച്ചിരുന്നതെന്നും അവിടെ എങ്ങനെയാണ് ഇത് നടന്നിരുന്നതെന്നും പോലീസിന് അറിയാൻ പറ്റും. ഇപ്പോൾ രാഹുൽ പറയുന്നത് ഗാർഹിക പീഡനം ഉണ്ടായിട്ടില്ല. ഇവർ തമ്മിലുള്ള മോളുമായി രാഹുലിനുണ്ടായിരുന്ന വ്യക്തിപരമായ ചില പ്രശ്നങ്ങളാണ് ഈ മർദ്ദനത്തിലേക്ക് നയിച്ചത്. മർദ്ദനത്തിൽ ക്ഷമ പറയുന്നുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ വെറുതെയാണെന്ന് രാഹുൽ പറയുകയാണ് ഇപ്പോൾ. അതും നുണ എന്ന് വെച്ചാൽ അവൻ ശരിക്കും അന്ന് മയക്കുമരുന്നോ എന്തോ കഴിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവന്റെ അമ്മയും പെങ്ങളും ചെന്നപ്പോൾ തുടങ്ങി അവർ പറയുന്നുണ്ട് സ്ത്രീധനം പോരാ, കാറ് കിട്ടും. ഇതിനു മുമ്പും തമാശ രൂപേണയാലും ഇവൻ ചോദിച്ചിട്ടുണ്ട്, എനിക്കൊരു 35 ലക്ഷത്തിന്റെ കാറ് വേണമെന്ന് എൻ്റെ മകളോട്. ആ മകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ രാഹുലേട്ടൻ 35 ലക്ഷത്തിന്റെ കാർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവള് തമാശക്ക് പറഞ്ഞു എൻ്റെ അച്ഛൻ ലോറി തരുമെന്ന്. അപ്പം അത് പറഞ്ഞു അവര് നമ്മൾ വിവാഹം ചോദിക്കാൻ ചെന്നപ്പോൾ അവർ സ്വീകരണമൊന്നും ചോദിച്ചിട്ടില്ല, ഞങ്ങൾ കൊടുക്കുന്നത് സ്വീകരിക്കും. പക്ഷെ കൊടുത്തപ്പോൾ അതവർക്ക് പോരാ. അപ്പം അതിൽ കൂടി അമ്മയും പെങ്ങളും ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ കേസ് ഇവിടം വരെ എത്തിയിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഒരു പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് രാഹുൽ നടത്തുന്നത് എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും പ്രതിരോധിക്കാനുള്ള, ഇതിൽ നിന്ന് അവൻ എങ്ങനെയോ രക്ഷപ്പെടണം, അതിനുള്ള എല്ലാ വഴികളും അവൻ നോക്കും. ഇത്തരത്തിൽ ടെലിഫോൺ പരിശോധിക്കട്ടെ എന്നിപ്പോൾ മോൾ വളരെ ധൈര്യത്തോടെ പറഞ്ഞു. അതുതന്നെയാണോ അമ്മയ്ക്കും പറയാനുള്ളത്? തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ നമ്മൾ മാട്രിമോണി വഴി വരുമ്പോൾ ഒരുപാട് പേര് നമ്മളെ വിളിക്കും. അത് അവളെയാണ് വിളിച്ചിരുന്നത്. അപ്പോൾ അത് പറയും, അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ അത് അവൾ അതുപോലെ തന്നെ പറയും. പക്ഷെ നമ്മളിപ്പോൾ ഈ മാട്രിമോണി വഴി വരുന്ന കാര്യങ്ങളിൽ ഒരുപാട് പേര് അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അച്ഛനെ വിളിച്ചു പോലും 1-2 പേര് ഞങ്ങൾക്ക് അവളെ ഇഷ്ടമാണ്, ഞങ്ങളെ കല്യാണം കഴിച്ച് തരണം.